ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുറകിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഒന്നും തന്നെ ഓർക്കാതെയാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനു നേരെ ഉറഞ്ഞു തുള്ളിയത്. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ കാര്യത്തിലും ഉടക്കുമായി വരുന്ന കോൺഗ്രസ് ജാതിവാദത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് ദേശീയതാവാദത്തെയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിച്ചത്. രാജ്യത്തിന് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും കോൺഗ്രസ് കുരുക്കിലാക്കി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. ജമ്മു കശ്മീരിൽ ഭരണഘടന പൂർണ്ണമായും നടപ്പാക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. പാർലമെന്റിലും അസംബ്ലിയിലുമുള്ള സംവരണം അവർ നമ്മുടെ സഹോദരിമാർക്ക് നഷ്ടപ്പെടുത്തി. മുത്തലാഖ് എന്ന പ്രശ്നത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരെ കോൺഗ്രസ് കുടുക്കി. കോൺഗ്രസ് രാജ്യത്തിന്റെയും പൗരന്മാരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. പകരം സ്വന്തം കുടുംബം സ്ഥാപിക്കാൻ അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു. കോൺഗ്രസ് ഇന്നുവരെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ സർക്കാർ രൂപീകരിക്കുന്നത് സ്വപ്നം കാണുകയാണ്. BJP അനുഭാവികൾ രാജ്യസ്നേഹികളാണ്. അവർ ദേശസ്നേഹികളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഈ രാജ്യത്ത് നിന്ന് ദേശസ്നേഹം തകർക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ജാതീയത പ്രചരിപ്പിക്കുക, ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ നേരിടുക, ഇതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശമെന്ന് മുന്നും പിന്നും നോക്കാതെ മോദി തുറന്നടിച്ചു. എന്നാൽ മോദി ഒന്നോർത്തോളൂ, ഹരിയാന പിടിക്കാൻ കോൺഗ്രസിനായാൽ ഈ പറഞ്ഞതൊന്നും തിരുത്താൻ പറ്റില്ല. പക്ഷേ ജനങ്ങൾ 10 വർഷത്തോളം ചെയ്ത തെറ്റ് തിരുത്തും. BJPയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതുവരെ നടന്ന എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് BJPയുടെ തോൽവി തന്നെയാണ്. അതേസമയം കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന പുതിയ പ്രവണതയാണ് കാണുന്നതെന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു. ഹരിയാനയിലെ ബാദഷാപൂരിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യവെയാണ് കോൺഗ്രസിനെതിരെ ദിവസങ്ങൾക്ക് മുൻപ് രൂക്ഷ വിമർശനവുമായി അമിത് ഷാ എത്തിയത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതെന്നും ഈ വിഷയത്തിൽ രാഹുൽ എന്തിനാണ് മൗനം പാലിക്കുന്നതെന്നുമാണ് ഷാ ചോദിച്ചത്. ഇതിനു പുറമെ പ്രീണനത്തിലൂടെ കോൺഗ്രസ് അന്ധരായിരിക്കുകയാണെന്നും ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസും രാഹുലും പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. കശ്മീരിന്റെ പതാക തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ 3 തലമുറകൾക്ക് പോലും ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഷാ ആണയിട്ട് പറഞ്ഞിരുന്നു. മോദി സർക്കാർ ഉള്ളതുവരെ കശ്മീരിൽ ഒരു പതാകയെ ഉണ്ടാകൂ. നമ്മുടെ ത്രിവർണ പതാക മാത്രമേ അവിടെ പാറിപ്പറക്കുകയുള്ളൂവെന്നും ഷാ വെല്ലുവിളിച്ചിരുന്നു.